ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ ഈ വർഷം നടത്താൻ ഭാഗ്യം ലഭിച്ചത് എനിക്ക് മുൻപുണ്ടായിരുന്ന വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട മേരിദാസ് കോച്ചേരി അച്ഛൻ 1.5 വർഷം മുമ്പ് തന്നെ മുൻകൂട്ടി ഈ പോപ്പുലർ മിഷൻ ധ്യാനം ബുക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അച്ഛനെ ഈ നിമിഷം നന്ദിയോടുകൂടെ ഇടവക്കാരുടെ പേരിൽ ഞാൻ ഓർക്കുകയാണ്. ഈ ധ്യാനം തീർച്ചയായും ഈ ഇടവകയുടെ നവീകരണത്തിന് വളരെയേറെ സഹായിക്കുമെന്ന് ഉറച്ച ബോധ്യമുണ്ട്. ഇടവകയിലെ ഭൂരിപക്ഷം ആളുകളും ഈ ധ്യാനത്തിന് 5 ദിവസവും സജീവമായി പങ്കെടുത്തു. പ്രത്യേകിച്ച് യുവാക്കന്മാരുടെയും യുവതികളുടെയും കൊച്ചുകുട്ടികളുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. ഈ വൈദികരെല്ലാവരും വീടുകളിലും കയറി ഇറങ്ങി എല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഈ ധ്യാനം ഈ ഇടവകയ്ക്ക് വലിയൊരു അനുഗ്രഹമായി മാറി എന്ന് പറയാനായിട്ട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ ചിലരെങ്കിലും നമ്മളുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനെന്ന് പറയപ്പെട്ടിരുന്ന രത്തൻ ടാറ്റയുടെ മരണത്തെക്കുറിച്ച് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. വലിയൊരു വ്യവസായ പ്രമുഖൻ, അതോടൊപ്പം തന്നെ വലിയൊരു മനുഷ്യസ്നേഹിയുമായിരുന്നു അദ്ദേഹം. നമ്മളുടെ ഭാരതത്തിലെ മെത്രാൻ സമിതി വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലെല്ലാം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എപ്രകാരം ഇത്ര വലിയ മനുഷ്യനായിരുന്നിട്ട് കൂടി പാവങ്ങളോടും വിവിധ തരത്തിൽ കഷ്ടപ്പെടുന്നവരോടും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സംരംഭങ്ങളോടും സഹകരിച്ചിരുന്നുവെന്നും ആത്മാർത്ഥമായി അതിനായി പരിശ്രമിച്ചിരുന്നുവെന്നും നല്ല ഒരു ജീവിതത്തിൻ്റെ മാതൃക നമ്മുടെ കൺമുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടാണ് കടന്നു പോകുന്നതെന്നും എല്ലാ പത്രങ്ങളും വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ നമ്മളോട് പറയുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു സന്ദേശം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായി റേഡിയോ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ സന്ദർഭം ഏതാണ്? ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയ സന്ദർഭം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, സന്തോഷത്തിൻ്റെ 4 വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ആ അവസാന ഘട്ടത്തിലാണ് യഥാർത്ഥമായ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ സാധ്യമായത് എന്ന്. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, 1-ാം ഘട്ടം ജീവിതത്തിൽ ധാരാളം പണവും സ്വത്തും സമ്പാദിച്ചുകൊണ്ട് സന്തോഷം ലഭിക്കുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. സാധിക്കുന്ന രീതിയിൽ പണവും സമ്പത്തും കൂട്ടി കൊണ്ടുവരുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. പക്ഷേ ഞാൻ ആഗ്രഹിച്ച സന്തോഷം
യഥാർത്ഥത്തിലുള്ള സന്തോഷം എനിക്ക് ലഭിച്ചില്ല. രണ്ടാമത്തെ ഘട്ടം അദ്ദേഹം പറയുകയാണ്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചത് ധാരാളം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ശേഖരിച്ച്, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് എനിക്ക് സന്തോഷം കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്ന്. പക്ഷേ അതൊക്കെ ശേഖരിച്ചപ്പോഴും അത് കേവലം താൽക്കാലികം മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ധാരാളം വസ്തുക്കളും വസ്ത്രങ്ങളും മറ്റും ഞാൻ സമ്പാദിക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും എനിക്ക് യഥാർത്ഥമായ സന്തോഷം നൽകിയില്ല. മൂന്നാമത്തെ ഘട്ടത്തിൽ പുതിയ കുറേ പ്രോജക്റ്റുകൾ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിച്ചു. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും 95% എണ്ണ വിതരണവും എൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയുടെ ഉടമയായി ഞാൻ മാറുകയുണ്ടായി. പക്ഷേ അതൊന്നും ഞാൻ സ്വപ്നം കണ്ട സന്തോഷം എനിക്ക് നൽകിയില്ല. അദ്ദേഹം പറയുന്നു, 4ാം ഘട്ടം വന്നു. അപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞു, അങ്ങ് 200 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയറുകൾ നൽകണം എന്ന്. ആ സുഹൃത്തിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നൽകാം. വീൽ ചെയറുകളെല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ സുഹൃത്ത് വീണ്ടും വിളിച്ചു പറഞ്ഞു, അങ്ങ് തന്നെ ഈ കുട്ടികൾക്ക് അത് വിതരണം ചെയ്യണമെന്ന്. ആ സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രത്തൻ ടാറ്റ ആ വിതരണത്തിനായിട്ട് ചെല്ലുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഈ കുട്ടികൾക്ക് 200 വീൽ ചെയറുകളും അദ്ദേഹം തന്നെ വിതരണം ചെയ്യുകയായിരുന്നു, ഓരോരുത്തർക്കും വ്യക്തിപരമായി കൊടുത്തുകൊണ്ട്. അദ്ദേഹം പറയുന്നു, അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടായ ആ വലിയ സന്തോഷം എന്നെ അത്യധികം സന്തോഷിപ്പിക്കുകയായിരുന്നു. അവർ ഏതോ സ്വർഗീയമായ ഒരനുഭൂതിയിലാണെന്ന പ്രതീതിയാണ് എനിക്കുണ്ടായത്. അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിലുള്ള സന്തോഷം അനുഭവിച്ചതെന്ന്. അദ്ദേഹം വീണ്ടും തുടരുകയാണ്, ഈ പരിപാടി വീൽ ചെയർ വിതരണം കഴിഞ്ഞ് തിരിച്ചു പോരാനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ ഒരു കുട്ടിയും എൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ വിടുകയില്ല എന്നുള്ള അവസ്ഥയിലായി. ഞാൻ പലതരത്തിലും അവനെ കുതറി മാറാനായിട്ട് പരിശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അവസാനം ഞാൻ അവനോട് ചോദിച്ചു, നിനക്കിനി എന്താണ് വേണ്ടത്? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, സാറേ, ഞാൻ അങ്ങയുടെ മുഖം ശരിക്കൊന്ന് കണ്ടോട്ടെ. നമ്മൾ നാളെ സ്വർഗത്തിലെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അങ്ങയോട് ഒരിക്കൽ കൂടി നേരിട്ട് എനിക്ക് നന്ദി പറയുവാനുള്ള അവസരമുണ്ടാവുമല്ലോ എന്ന്. രത്തൻ ടാറ്റ പറയുകയാണ്, അധികാരത്തിനോ പണത്തിലോ പ്രശസ്തിയിലോ അല്ല, മറ്റുള്ളവരെ കൂടി നമ്മളോട് ചേർത്ത് പിടിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് ആ കുഞ്ഞിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെയും, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആ ദൈവവചനത്തിൻ്റെ ശക്തി, ആ ദൈവവചനം മൂലം നമ്മൾ ഓരോരുത്തരും പുതിയ മനുഷ്യരായിട്ട് തീർന്നിട്ടുള്ളത് നമുക്ക് നമ്മളുടെ അനുദിന ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് പരിശ്രമിക്കാം. അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പോലെ, പ്രത്യേകിച്ച് 2-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ
വായിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഐക്യത്തോടും കൂട്ടായ്മയോടും കൂടി ജീവിച്ചുകൊണ്ട് പരസ്പരം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് പരസ്പരം ഒന്നായി ഐക്യത്തിലാകുന്ന ആ സമൂഹം ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ മുന്നേറുന്ന ഒരു നല്ല ഇടവക സമൂഹമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ, അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാലോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറയാനുള്ള ആഗ്രഹത്തോടെ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് നമ്മൾ ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം. ദൈവപിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ദൈവപുത്രനായ യേശുനാഥനിലൂടെ നമ്മൾക്കെല്ലാവർക്കും നൽകപ്പെട്ട സ്വർഗത്തിൻ്റെ ആത്മീയ ചൈതന്യമാണ്, ദൈവികമായ ശക്തിയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, സൗഖ്യമായി, വിടുതലായി, വലിയ അഭിഷേകമായി ഞങ്ങളിൽ വന്നു നിറയണമേ എന്ന പ്രാർത്ഥനയോടെ ഗായിക സംഘത്തോടൊപ്പം നമുക്കെല്ലാവർക്കും ചേർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ഈ ഗാനത്തോട് ചേരാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് ഈ ഗാനത്തോടൊപ്പം പ്രാർത്ഥിക്കണം. ഇതൊരു പ്രാർത്ഥനയുടെ സമയമാണ്. ആത്മാവ് നമ്മളിൽ വന്നു നിറയുന്ന, സ്വർഗം തുറക്കപ്പെടുന്ന, ആത്മീയ ചൈതന്യം കൊണ്ട് നമ്മളെയൊക്കെ ഉജ്ജ്വലിപ്പിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമായത്. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ചേർന്ന് ആത്മാവിനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്നേ പരിശുദ്ധാത്മാവേ, പാടി പ്രാർത്ഥിക്കാം. അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി നിറയണമേ. എല്ലാവരും ചേർന്ന് പാടണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി നിറയണമേ. സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന, കൗൺസിൽ വിളിച്ചുകൂട്ടിയ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ
വന്നു ചേർന്ന കർദിനാളന്മാരുടെയും മെത്രാപ്പോലിത്തമാരുടെയും മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും പ്രതിനിധികളുടെ മുൻപിൽ ആമുഖ സന്ദേശം നൽകാനായി എഴുന്നേറ്റ് നിന്നിട്ട് പരിശുദ്ധ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഉദ്ഘാടന സന്ദേശത്തിന് മുൻപായി ഒരു കൊച്ചു പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി: പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് വീണ്ടും ഒരു പന്തക്കുസ്ത നൽകുക. ഞങ്ങളുടെ ഈ കാലങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് ഈ കാലത്ത് ഒരു പുതിയ പന്തക്കുസ്ത വീണ്ടും നൽകുക. ഞങ്ങളുടെ ഈ കാലങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന ദൈവപിതാവിൻ്റെ പക്കലെത്തുകയും സ്വർഗത്തിൽ നിന്ന് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്കും തൻ്റെ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ദൈവം ചൊരിയുന്ന ഒരു പരിശുദ്ധാത്മ യുഗത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കൈകൾ അടിച്ച് ഈശോയൊന്ന് മഹത്വപ്പെടുത്തിക്കേ. ശക്തമായി എല്ലാവരും കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ യുഗം പരിശുദ്ധാത്മ യുഗം എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ പറയാറുണ്ട്, പഴയ നിയമ കാലത്ത് ദൈവപിതാവ് എന്ന് പറഞ്ഞാൽ യഹോവ ദൈവം മനുഷ്യ ജീവിതങ്ങളിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളുടെ കാലഘട്ടത്തിൽ, യേശു കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ 3 വർഷക്കാലം പുത്രനായ യേശുനാഥൻ മനുഷ്യ ജീവിതങ്ങളിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമാണ്. എന്നാൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുതൽ വെളിപാട് ഗ്രന്ഥം വരെയും ഈ സമയം വരെയും ലോകാവസാനം വരെയുള്ള സമയം മുഴുവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. അതുകൊണ്ടാണ് ഈ യുഗത്തെ പരിശുദ്ധാത്മ യുഗം എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ യേശു കർത്താവ് ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജോയൽ പ്രവാചകനിലൂടെ ദൈവപിതാവ് ഇപ്രകാരം ഒരു പ്രവചനം നടത്തിയത്: ആ കാലങ്ങളിൽ സകല മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയൽ പ്രവാചകന്റെ വാക്കുകളാണ്. ആ കാലങ്ങളിൽ സകല മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെയും മേൽ വർഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമയം. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് ആത്മീയ ജീവിതം നയിക്കുന്നവരാകുക എന്നുള്ളതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ആരാധന നയിക്കുന്ന എനിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകും ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ എനിക്ക് തോന്നുന്നു 6 തരത്തിലുള്ള പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 6 തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? ശാരീരിക പ്രശ്നങ്ങളാണ്
ബോഡിലി പ്രോബ്ലംസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് നമ്മുടെ ശരീരം നേരിടുന്ന പ്രശ്നങ്ങൾ? ശരീരത്തിന് സാധാരണഗതിയിൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തേത്, ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകാം, അതൊരു ശാരീരിക പ്രശ്നമാണ്, ഇല്ലേ? രണ്ടാമതായി, ശരീരത്തിന് വേദനകൾ ഉണ്ടാകാം, അത് മറ്റൊരു പ്രശ്നമാണ്. ശരീരത്തിൻ്റെ ഈ 2 പ്രശ്നങ്ങൾക്കും ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുണ്ട്. കാരണം അവൻ സൗഖ്യം നൽകുന്ന ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യൻ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാനസികമായ പ്രശ്നങ്ങളാണ്. പ്രോബ്ലംസ് ഓഫ് ദ മൈൻഡ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. എന്താണ് മനുഷ്യൻ നേരിടുന്ന മാനസിക പ്രശ്നം? മനസ്സിന് ഒരു പ്രശ്നമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? മനസ്സിന് ഒരു പ്രശ്നമേ ഉള്ളൂ, അത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന ചിന്തയാണ്. എന്നെ ആർക്കും വേണ്ട, എന്നോടാർക്കും ഇഷ്ടമല്ല എന്ന ചിന്ത, എന്നോടാർക്കും സ്നേഹമില്ല എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സ് നേരിടുന്ന പ്രശ്നമെന്ന് പറയുക. തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, അച്ഛാ എനിക്ക് ആവശ്യത്തിന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഇനി എന്നെ ആരും സ്നേഹിക്കണ്ട എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? വ്യക്തിപരമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എനിക്ക് ആവശ്യത്തിന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഇനി എന്നെ ആരും സ്നേഹിക്കണ്ട എന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്നുള്ളതാ ചോദ്യം. ചോദിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇതിൻ്റെ ഉത്തരം ഒന്നായിരിക്കും എന്നാ ഞാൻ കരുതുന്നേ. കാരണം നമുക്കെല്ലാവർക്കും സ്നേഹം കിട്ടി കൊതി തീർന്നിട്ടില്ല, അല്ലേ? സ്നേഹം കിട്ടി കൊതി തീർന്നിട്ടില്ല, ഇനിയും സ്നേഹം വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇതാണ് മനസ്സ് നേരിടുന്ന വലിയ പ്രശ്നം. കല്യാണം കഴിച്ചു, ഭാര്യയ്ക്ക് ഭർത്താവിന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം എന്നോടുണ്ടോ എന്ന സംശയം. അപ്പനുണ്ട്, അമ്മയുണ്ട്, പക്ഷെ അവർക്കെന്നോട് വേണ്ടതുപോലെ സ്നേഹമുണ്ടോ എന്ന സംശയം. മക്കളുണ്ട്, പല പ്രായത്തിലുള്ള മക്കളുണ്ട്, അവർക്കൊക്കെ എന്നോട് ആവശ്യത്തിന് സ്നേഹമുണ്ടോ എന്ന സംശയം തോന്നുന്നു. സഹോദരങ്ങളുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അനുജനുണ്ട്, അനുജത്തിയുണ്ട്, അവർക്കെന്നോട് ആവശ്യത്തിന് സ്നേഹമുണ്ടോ എന്ന സംശയം. ആൾക്കൂട്ടം ധാരാളം ഉണ്ട്, പക്ഷെ എന്നോട് ആർക്കും ആവശ്യത്തിന് സ്നേഹമില്ല. എവിടെ പോകും നമ്മൾ? മനസ്സിന്റെ ഈ പ്രശ്നവുമായിട്ട് നമ്മൾ എവിടെ പോകും? കൗൺസിലിങ്ങിന് പോകാം, മാനസിക ആരോഗ്യ വിദഗ്ധന്റെ അടുക്കൽ വേണേ പോകാം. പക്ഷെ ശാശ്വതമായ പരിഹാരം നിനക്ക് കിട്ടണമെങ്കിൽ നീ കടന്നു വരേണ്ടത് ഈശോയുടെ അടുക്കലേക്കാ. കാരണം യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനം അസന്നിഗ്ധമായി പറയുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് തെരേസ റിനാൽഡി. ഞാൻ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലെ അംഗമാണ്. ഞങ്ങളുടെ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്നത്. ഇത് സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് ഒന്നും ഒരു പിടുത്തമില്ലായിരുന്നു. പക്ഷേ രാവിലെ ധ്യാനം, പിന്നെ വൈകിട്ട് ധ്യാനം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ധ്യാനം? സാധാരണ ഒരു ദിവസം ധ്യാനമൊക്കെ നടക്കുന്നത് വൈകുന്നേരം തൊട്ട്
രാത്രി വരെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് കുടുംബത്തിന്റെ നവീകരണത്തിന് വേണ്ടി ഇടവകയിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി നടത്തുന്ന ഒരു ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആകാംക്ഷയായിരുന്നു ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം രാവിലെ തന്നെ എല്ലാവരും 5:30 എണീറ്റ് ജാഥയായിട്ടൊക്കെ ക്രിസ്തുരാജ ജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പള്ളിയിലോട്ട് വരുന്ന ഒരു അനുഭവമൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്. നല്ലൊരു രസമായിരുന്നു എല്ലാവരും ജാഥയായിട്ടൊക്കെ പള്ളിയിലോട്ട് വന്നതും. പിന്നീട് വൈകുന്നേരങ്ങളിലെ ധ്യാനങ്ങളൊക്കെ അച്ഛന്മാരുടെ പ്രസംഗങ്ങളും പിന്നെ പാട്ടുകൾ, ഡാൻസുകൾ എല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ നടന്ന ക്ലാസ്സുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ഇവിടെ ഈ ധ്യാനം നടത്തിയ എല്ലാ വൈദികർക്കും നന്ദി പറയുന്നു.